അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കണ്ണാത്ത് പാടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു നല്ല കിടിലൻ ചായം കുടിച്ചിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നല്ല മഴയത്ത് നമ്മൾ കടൽ കാണാൻ പോകണം. എന്താ പാടെന്ന് അറിയില്ല, കടലൊക്കെ നല്ല വിജൃംഭിച്ച് കിടക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ പോണ വഴിക്ക് ഹിറ്റാച്ച് മണ്ണൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ കുട്ടികൾക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം. അത് അങ്ങനെ നമ്മൾ സ്നേഹതീരത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ശാന്തസുന്ദരമായിട്ട് സമാധാനത്തിൽ വൈബ് അടിച്ചിട്ട് കടൽ കാണാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് സ്നേഹതീരത്തിൻ്റെ കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു സ്പോട്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നല്ല കിടിലൻ കാറ്റും അതുപോലെ തന്നെ പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരെ കടപ്പുറത്ത് ഇനി തിരമാല ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കണം. മഴ പെയ്തിട്ട് നല്ല ചെളിയൊക്കെ കുത്തി കലങ്ങിയിട്ടാണ് വരുന്നത്. ഇതിലേറ്റ് പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഥ. പിന്നെ 3 ദിവസം കണ്ട് നോക്കിയാൽ മതി. നമ്മൾ അത്രയും സുരക്ഷിതത്തിൽ കുട്ടീനൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ തിരമാല ഒരു മാതിരി മറ്റേ പരിപാടിയൊക്കെ കാണിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മളെയും കൂടിയിട്ട് കൊണ്ടുപോകണ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് എങ്ങാനും കാല് വഴുതുകയാണെങ്കിൽ കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും അതവിടെ കുറേ നേരം നിന്ന് ആസ്വദിച്ച് കടലൊക്കെ കണ്ട് നമ്മളണ്ട് പുളകിതരായിട്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ തിരിക്കണ്ട. അപ്പോൾ നല്ലൊരു മഴക്കോള് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി മുന്നേ നമുക്ക് വീട് പിടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി കാഴ്ച ഉണ്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടേക്കുള്ള ആ ഒരു വഴി കിട്ടിലും വൈബ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ് കാണുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് കുതിരനൊക്കെ വളർത്തുന്ന ഒരു ഫാം സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ കുതിരേനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തതുപോലെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം.